Hello friends, Bangalore Thattukada പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റ് അധികർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. കാരണം എത്രയോ വീഡിയോസ് യൂട്യൂബിന്റെ അകത്ത് തന്നെ എത്രയോ വീഡിയോസ് ഉണ്ട് പല രീതിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ചെറിയൊരു ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കും ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ വീഡിയോസിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുക. നമുക്ക് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റിന് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബ്രെഡ് തന്നെയാണ്. ബ്രെഡ് എൻ്റെ ബ്രെഡ് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള ബ്രെഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാത്തയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മുറിച്ചെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ 4 ബ്രെഡിന് ഞാനിപ്പോൾ 4 മുട്ട ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. 4 മുട്ട ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സവോള വലിയൊരു സവോള എടുത്തത്, വലിയൊരു സവോള എടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ ഒരു പകുതിയില്ല ഒരു കാൽഭാഗം, അതായത് ഒരു വലിയൊരു ബീട്രൂട്ടിൻ്റെ ഒരു കാൽഭാഗം ഒരു ബീട്രൂട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, മുട്ട, ഒനിയൻ, ബീട്രൂട്ട്, തക്കാളി, പച്ചമുളക്. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് മുട്ട ഈ വലിയൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി അതിലേക്ക് നമ്മുടെ മസാലകളും വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ഇടാം. പിന്നെ ഉള്ളി, ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ ഇതിൻ്റെ ഇടുന്ന സമയത്ത് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് പറയാണ്ടിരുന്നത്. പിന്നെ ബീട്രൂട്ട്, തക്കാളി, പച്ചമുളക്. ഈ ബീട്രൂട്ട് ഇട്ടത് കുറച്ചും കൂടി നല്ലൊരു കളർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ബീട്രൂട്ട് ഇവിടെ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു എന്താ പറയുക ഒരു നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. നമ്മൾ ആ ബീട്രൂട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റേതായ പ്രത്യേകത എന്തായാലും നമുക്ക് ആ ഓംലെറ്റിലും ബ്രെഡ് ഓംലെറ്റിനകത്ത് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബീട്രൂട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നു. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. മുട്ട ഓംലെറ്റ് ആക്കാനുള്ള മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് ഈ മുട്ടയിൽ മിക്സ് ചെയ്ത് അത് മുക്കിയിട്ട് എടുക്കുക. ആ മുട്ട ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ പാനിൽ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യിൻ്റെ മണവും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ ബ്രെഡ് ഓംലെറ്റിന് കിട്ടും. നമ്മളെ മെയിനായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ നെയ്യിൽ ഇതാക്കുന്നത്. പിന്നെ കൂടാതെ ബീട്രൂട്ട്, അതാണ് മെയിൻ നമ്മളെ വെറൈറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചാക്കി കൊടുക്കാം. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിലും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് ഈ മുട്ടയും മസാലയും നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ആക്കാം.
അപ്പോൾ രണ്ട് വശത്തും നല്ല രീതിയിൽ മുട്ട പിടിക്കും. അതുപോലെ നമുക്കിതൊന്നും കൂടി തിരിച്ചിടണം. ഓക്കെ, അപ്പം രണ്ട് വശത്തും നമ്മുടെ മുട്ട, അതായത് ഈ ഓംലെറ്റിൻ്റെ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റേതായുള്ള ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു ബ്രെഡ് ഇതിൽ ഈ മുട്ടേൻ്റെ ഇതിൽ മിക്സ് ചെയ്ത് വെറുതെ പാനിൽ ചൂടാക്കി എടുക്കുന്നതാണെങ്കിൽ ഇത്രയും ഇതിൽ മസാല നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് കിട്ടില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ മസാല കിട്ടും. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം, കാരണം അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കൂടിയുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.